പാർലമെന്റിലെ സാഹചര്യം എന്താണ്? മനു, പാർലമെന്റിൽ ഇന്നും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ്. ഇന്നലെ 280-ലധികം ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിലെ എംപിമാർ അടക്കം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് ബാക്കിയുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ന് വൈകിട്ടോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നേരത്തെ നൽകിയ ഷെഡ്യൂൾ പ്രകാരം ഇന്നലെയും ഇന്നുമായി സത്യപ്രതിജ്ഞ മാത്രമാണ് ഈ ലോക്സഭയുടെ നടപടിക്രമങ്ങളുള്ളത്. ഇനിയിപ്പോൾ നാളെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയോടെ സ്പീക്കർ ആരെന്ന കാര്യത്തിലെല്ലാം നിലയും ഒരു തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ ഈ സ്പീക്കർ ആരാണെന്നുള്ള കാര്യത്തിലെല്ലാം നിലയും ഒരു സ്പീക്കറിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഈ സ്പീക്കർ പദവി മറ്റ് സുപ്രധാന വകുപ്പുകൾ BJP ഏറ്റെടുത്തതുപോലെ തന്നെ സ്പീക്കർ പദവിയും ഏറ്റെടുക്കുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികൾക്ക് JDU-വിനോ അല്ലെങ്കിൽ TDP-ക്കോ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത് BJP തന്നെ ഈ സ്പീക്കർ പദവി ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പഴയ സഭയിലെ സ്പീക്കറായ ഓം ബിർള തന്നെ തുടർന്നേക്കും. രണ്ടാം ഊഴം അദ്ദേഹത്തിന് നൽകിയേക്കും. അതല്ലെങ്കിൽ പുതിയ ആന്ധ്രയിൽ നിന്നുള്ള പുരന്ദരേശ്വരിയുടെ BJP അധ്യക്ഷയായ പുരന്ദരേശ്വരിയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണി വരെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.